CPM തിരുത്തൽ നടപടികളുമായിട്ട് മുന്നോട്ട് വരികയാണ്. ഒത്തിരി വീഴ്ചയൊക്കെ സംഭവിച്ചെന്നുള്ളതാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. നല്ല കാര്യം, തിരുത്തൽ നടപടിയില്ല മുന്നോട്ട്. ആദ്യം ഈ പെൻഷൻ ഉണ്ടല്ലോ, ക്ഷേമ പെൻഷൻ, ബാക്കി എല്ലാ ദൂർത്തും ഒഴിവാക്കിയിട്ട് ആ ക്ഷേമ പെൻഷൻ അടിയന്തരമായിട്ട് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുക. അതാണ് ഏറ്റവും വലിയ തിരുത്തൽ വേണ്ടത്. പാവപ്പെട്ടവർ ഇത്രയും കഷ്ടപ്പെടുന്നൊരു കാലം, ഇത് ഇനിയിപ്പം കള്ളക്കർക്കിടവും കൂടെ വരാൻ പോവാണ്. ദുരിതപൂർണമായ ജീവിതമാണ് എല്ലാവർക്കും. അപ്പോൾ അടിയന്തരമായിട്ടും ഈ പെൻഷൻ എല്ലാം പുനഃസ്ഥാപിക്കണം, മാസം തോറും കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കണം. അതാണ് ഏറ്റവും വലിയ തിരുത്തൽ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള തിരുത്തൽ. മറ്റത് പാർട്ടിക്ക് വേണ്ടിയുള്ള തിരുത്തലാണ്. അത് ചെയ്താൽ നമുക്ക് നോക്കാം. ഭരണവിരുദ്ധ വികാരമൊന്നും ബാധിച്ചിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനകത്ത്. അല്ല, അങ്ങനെ ആശ്വസിക്കുന്നവരോട് ഇപ്പം എന്ത് പറയാനും പറ്റും? അങ്ങനെ ആശ്വസിക്കുന്നവരോട് നമുക്കെന്ത് പറയാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ഏറ്റവും ക്ഷീണിച്ചില്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല കോൺഗ്രസ്സുകാർ. നമ്മളാരും അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല. ആരോഗ്യകരമായ രാഷ്ട്രീയ മത്സരമുണ്ട്. അവർ ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളാണ്. ഞങ്ങൾ അവർക്കെതിരായി പോരാടാറുണ്ട്. പക്ഷേ എന്ന് വെച്ച് CPM എന്ന് പറയുന്നത് പാർട്ടി ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ ചിലർ പറയുന്നത് പോലെ അങ്ങനെ ഒരു CPM മുക്ത കേരളമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവർ തന്നെ വരുത്തി വെക്കുന്ന കാര്യങ്ങൾ, അതാണ് ഇപ്പം കേരളത്തിൽ ഇപ്പം ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ ഇതിനകത്തിലെ പ്രശ്നം ഒരാൾക്ക് പോലും അതിനകത്ത് തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ് സത്യം. കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യമില്ല. അതുകൊണ്ടാണ് പാർട്ടി അണികൾ ഇങ്ങനെ അവരുടെ തീരുമാനമായിട്ട് പരസ്യമായിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ വന്നിരിക്കുന്നത്. ഈ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുന്നതിനെ പറ്റി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഇത്തരമൊരു സമീപനം സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. CPIയുടെ ഈ വിമർശനങ്ങൾ എങ്ങനെയാണ്? കാര്യമായിട്ട് കാണുന്നില്ല. അപ്പം അത് കാരണം എന്ന് വെച്ചാൽ ഇത് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അവർ പറഞ്ഞു ഇത് കോൺഗ്രസിന് മാത്രമാണ് ബാധകം. ഇത് ഞങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ സീറ്റിൽ 3,75,000 വോട്ടിന് ജയിച്ച സീറ്റിലാണ്. കഴിഞ്ഞ പ്രാവശ്യം 4,60,000, 3,70,000 വോട്ടിന് ജയിച്ച സീറ്റിലാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ തീരുമാനിക്കുന്നത്. ആ സീറ്റിൽ മത്സരിക്കുമ്പോൾ അത് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ അധികാരം കോൺഗ്രസിന് ഇല്ലെങ്കിൽ പിന്നെന്ത് കാര്യമാണ്? ബിനോയ് വിശ്വം ആദ്യം ഒന്ന് CPMനെ ശരിയാക്കട്ടെ, ആ CPIയുടെ ഒരു ആർജവം അവിടെ കാണിക്കട്ടെ. പാവപ്പെട്ട ഞങ്ങളോടല്ല കാണിക്കേണ്ടത്. ആ ആർജവം CPIക്കുള്ള ഈ ആർജവം അവിടെ ഒന്ന് കാണിക്കട്ടെ. ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം ബിനോയ് കാണിക്കട്ടെ. എൻ്റെ സുഹൃത്താ ബിനോയ്, കാണിക്കട്ടെ. രാജ്യസഭയിലൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പോരാടുന്നവരാണ്, കാണിക്കട്ടെ. ഈ പാർലമെന്റ് സെഷൻ തുടങ്ങാൻ പോകുന്നു. നീറ്റ് പരീക്ഷയ്ക്കെതിരെയുള്ള വലിയ ആക്ഷേപങ്ങൾ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യതകളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് രാജ്യവ്യാപകമായിട്ട് കോൺഗ്രസിന്റെ പ്രക്ഷോഭമായിരുന്നു 21-ാം തീയതി. നീറ്റ് എന്ന് പറയുന്നത് മാത്രമല്ല, പബ്ലിക് എക്സാം എല്ലാം, കേന്ദ്ര സർക്കാർ നടക്കുന്ന പബ്ലിക് എക്സാം എല്ലാം ക്രെഡിബിലിറ്റി ഇല്ലാതായിരിക്കുന്ന സാഹചര്യമായി മാറിയിരിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഏറ്റവും വലിയ ഇഷ്യൂ, ഈ ഇലക്ഷനിൽ വന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആയിരുന്നു. മന്ത്രി പറയാണ് ഗഡ്ബഡ് നടന്നിട്ടുണ്ട്, ഹോഗയ, കുഴപ്പം നടന്നിട്ടുണ്ട്, അതിന് കുറെ ഉദ്യോഗസ്ഥന്മാരാണെന്ന്. ഈ ഉദ്യോഗസ്ഥന്മാർ 5 വർഷം അയാൾ മന്ത്രിയായിരുന്നു. മന്ത്രിക്ക് മന്ത്രിപ്പണിയല്ലായിരുന്നു ജോലി. അദ്ദേഹം മുഴുവൻ പാർട്ടി പ്രവർത്തനത്തിലായിരുന്നു. വകുപ്പ് നോക്കാൻ ഒരു സമയം ഉണ്ടായിട്ടില്ല. വകുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാനിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ HRD കമ്മിറ്റിയിലും അംഗമായിരുന്നു. അദ്ദേഹം ചെയർമാനായ കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ഒരു പ്രാവശ്യമാണ് ഈ കഴിഞ്ഞ 4 കൊല്ലത്തിനിടയിൽ ആ കമ്മിറ്റി കൂടിയത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എനിക്ക് പാർട്ടി പണിയുണ്ടെന്നാണ് പറഞ്ഞു. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പോലുള്ള ഒരാള് മുഴുവൻ സമയം അതിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരാൾ മന്ത്രിയാക്കി ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് അതേ വകുപ്പ് കൊടുത്തിരിക്കുക. ഈ രാജ്യത്ത് കുട്ടികളുടെ ഭാവി അപകടത്തിലാക്കുന്ന രീതിയിൽ പരീക്ഷകളുടെ ക്രമക്കേടുണ്ടായിക്കൊണ്ടിരിക്കും. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷാകർത്താക്കളുടെ മനസ്സുരുകുകയാണ്. ഇത്രയും പാടുപെട്ട് പരീക്ഷ എഴുതിയിട്ട് അതിൽ ചോർച്ച, പാവപ്പെട്ടവന് അതിന് യഥാർത്ഥ ഫലം കിട്ടുന്നില്ല. നടപടിയെടുക്കാൻ പറയുമ്പോൾ ഗവൺമെന്റ് മിണ്ടാപ്പൊക്കുന്നതാണ്. ഇത് ഞങ്ങൾ ഗുരുതരമായിട്ട് ഉന്നയിക്കാൻ പോകുന്ന ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ഇത് തന്നെയായിരിക്കും. ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ എന്തെങ്കിലും അഴിച്ചുപണി മാറ്റം എന്തെങ്കിലും ഉണ്ടാവോ? തെരഞ്ഞെടുപ്പെല്ലാം ഫലമെല്ലാം വന്നു, അനുകൂലമായ ഘടകങ്ങൾ ഒത്തിരി വിജയം പഠിക്കുമെന്നാണല്ലോ പറയുന്നത്. അതെ, കേട്ടായിരുന്നോ? എന്നല്ലേ, ഞങ്ങൾക്ക് വിജയത്തിലൊരു അഹങ്കാരവും പാടില്ല എന്ന് വിശ്വസിക്കുന്നൊരു, വിജയിപ്പിക്കുന്നത് ജനങ്ങളാണ്. വിജയത്തിലും പഠിക്കാനുണ്ടെന്നുള്ള വിശ്വാസക്കാരാണ് കോൺഗ്രസ്സുകാർ. ഇപ്പോൾ 20-ൽ 18 സീറ്റും ജയിച്ചു. 2 സീറ്റ് ഞങ്ങൾ പരാജയപ്പെട്ടത് പഠിക്കാൻ വേണ്ടി ആഴത്തിലുള്ള കമ്മിറ്റി വെച്ചു. വിജയം പഠിക്കാനായിട്ടും കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി നിർണായകമായ ഇലക്ഷൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് ഇലക്ഷനാണ്, സാധാരണ പ്രവർത്തകന്റെ ഇലക്ഷൻ. ആ ഇലക്ഷനിൽ മുഴുവൻ പഞ്ചായത്തുകളിലും ജയിക്കാൻ
ബ്ലോക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള താഴേത്തട്ടിലേക്കുള്ള പ്രവർത്തനം ഞങ്ങൾ നേതാക്കന്മാർ ഞാനടക്കം ബൂത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്, വീടുകൾ കയറാൻ പറഞ്ഞു. വീടുകൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തം ബൂത്തിനകത്ത് വീടുകളിൽ കയറാത്ത നേതാക്കന്മാർക്ക് കോൺഗ്രസ് സ്ഥാനം ഭാരവാഹിത്വം തുടരാൻ പറ്റില്ല. ഇനി അത് ഇന്നലെ ഞങ്ങൾ തീരുമാനിച്ചതാണ്. എല്ലാവരും കൂടെ എല്ലാ നേതാക്കന്മാരും, അത് എത്ര മുകളിലുള്ള ആളായാലും എത്ര താഴെയുള്ള ആയാലും, മാസത്തിലൊരു ദിവസം അവരവർ താമസിക്കുന്ന പ്രദേശത്തെ ബൂത്തിൽ പോകണം, വീടുകളിൽ പോകണം. അപ്പോൾ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.